അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് അലവി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ എന്താണെന്നുള്ള എവിടെയെന്ന് അറിയാം, നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ 28 സെൻറ്റ് സ്ഥലം, എൻ്റെ പുറകിൽ കാണുന്ന ഈ സൂപ്പർ സ്റ്റാർ വീട് 2900 സ്ക്വയർ ഫീറ്റിട്ടുണ്ട്. കറക്റ്റായിട്ട് എത്രയെന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരാം നിങ്ങൾക്ക്. കാരണം റോഡ് സൈഡ് സൗകര്യങ്ങൾ, പള്ളിയും മദ്രസ സ്കൂളും ഒക്കെ തൊട്ടടുത്ത് നമ്മുടെ മാള, അതിൻ്റെ തൊട്ടടുത്ത് ഇരിഞ്ഞാലക്കുട, അങ്ങനെ ഒരുപാട് ടൗണ്, ടാറിങ്, റോഡ് സൈഡ് സൗകര്യങ്ങൾ ഏറെ ഉള്ള സൂപ്പർ സ്റ്റാർ വീടാണ് കാണാൻ പോകുന്നത്. വാങ്ങിക്കോളിട്ടാ. പ്രത്യേകിച്ച് എൻ്റെ മാളക്കാർ, എൻ്റെ തൃശ്ശൂർ ജില്ലക്കാർ ഷെയർ ചെയ്തോളി. ഗ്യാപ്പിൽ ലക്കിലാ കിട്ടുന്ന മുറ്റത്ത് കട്ടയൊക്കെ പതിച്ച വീട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം മുതൽ അവസാനം വരെ നമുക്കൊന്ന് കാണാം. A to Z വരെ നിങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം ഞാൻ തരണം. പ്രിയമുള്ളവരെത്താണ് മാളെന്ന് ഇരിഞ്ഞാലക്കുട പോകുന്ന റോഡ്, ബസ് റൂട്ടാണത്. കണ്ടില്ലേ നിങ്ങൾ? വെള്ളാങ്ങല്ലൂരൊക്കെ പോകുന്ന റോഡ്. ഈ കടറ അവിടുന്ന്, ഈ ടൗണിൻ്റെ അവിടുന്ന്, ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ആകെ 100 മീറ്റർ. കണ്ടില്ലേ? ഇവിടെ ഞാൻ ഈ ഇരിക്കുന്നവരോട്, കാരണം എൻ്റെ ഹബീബിയങ്ങൾ, ഇവിടെയുള്ള ഹബീബിയങ്ങളോട് ഞാൻ ചോദിച്ചു ഇവിടെ സ്ഥലത്തിന് എന്ത് വില ഉണ്ട് വെച്ചപ്പോൾ 2.5 കുറഞ്ഞിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. 2.5 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. മാത്രമല്ല വീടിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ 7 വർഷം അല്ലെങ്കിൽ 8 വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് പഴക്കം എന്നും പറഞ്ഞു. അപ്പോൾ ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത്. കണ്ടോ? വാങ്ങണിൽ വാങ്ങിക്കൊള്ളില്ല, സൂപ്പർ മുതലാണ്. അന്വേഷണത്തിലേക്ക് 100% ഇവിടെയുള്ള ആളുകൾ നല്ല അഭിപ്രായം കൂടി പറഞ്ഞു. കാരണം ഞാൻ ഈ ഭാഗത്തൊക്കെ വന്നപ്പോൾ ഒന്ന് അന്വേഷിച്ചു. കാരണം നമ്മൾ അന്വേഷിക്കണമല്ലോ, ഒരാൾക്കൊരു ഭൂമി എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ വരുമ്പോൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് ആളാണ്. ഉണ്ടോ? ഈ ഹബീബിങ്ങൾ എന്നോട് പറഞ്ഞത് നല്ല അഭിപ്രായം. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, മാള വെള്ളാങ്കല്ലൂർ ബസ് റൂട്ടിൽ നിന്ന് ആകെ 100 മീറ്റർ ഇവിടേക്ക് ദൂരമുള്ളൂ കേട്ടോ. 4 പുറം വീടുകളാണ് കേട്ടോ. നിങ്ങൾ ഈ ടാറിങ് റോഡ് സൈഡ് ഈ മതിൽ കാണിച്ചു കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടേജ് ഉണ്ട്. ഫ്രണ്ടേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ വീടിനുണ്ട് കേട്ടോ. അതിൻ്റെ പുറമെ നമുക്കിത് ആ സൈഡിൽ വഴിയുണ്ട്. അത് കാണിച്ചു കൊടുത്തോ, ആ റോഡിൽ നിന്ന് കാണിച്ചു കൊടുക്കും. സൈഡ് വഴിയുണ്ട്. അപ്പോൾ 2 സൈഡ് റോഡുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക്. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഉള്ളിൽ കിടക്കണം കേട്ടോ. 2 സൈഡ് അല്ലേ? അപ്പോൾ നടു സെൻട്രലായിട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഉള്ളിലേക്കാണ് കിടക്കാം. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഗേറ്റിന് കടന്ന് വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു മുറ്റം. കണ്ടില്ലെങ്കിൽ ഇങ്ങനത്തെ മുറ്റങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. എത്ര വണ്ടി നിർത്താച്ചിട്ട് അത് വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും വാഹനം, ഒരു 10-15 വാഹനം നിർത്താനുള്ള സൗകര്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ പൊന്ത കെട്ടി കിടക്കൊണ്ടാണ് കേട്ടോ. എല്ലാം കണ്ടല്ല, നല്ല നിരന്ന സ്ഥലമല്ല ഇപ്പോൾ ഇത്. ഒരു 15-20 വാഹനമൊക്കെ നിർത്താനുള്ള സ്ഥലം കണ്ടങ്ങൾ കണ്ടോ. അതിൻ്റെ ഓർമ്മ വീട്ടിൽ കിടക്കുമ്പോൾ തെങ്ങ്, മുറ്റത്ത് കട്ട വിരിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ എടുപ്പ് കണ്ടില്ലെങ്കിൽ, ആ വീടിൻ്റെ എടുപ്പ് നോക്കി കാണി, എന്താ അതിൻ്റെ ഒരു ഭംഗി. ഒരു കോട്ട് പെയിൻറ്റ് അടിക്കണില്ല, ആരും മേടിക്കുകയാണെങ്കിൽ ഒറ്റ കോട്ട് പെയിൻറ്റ് സൂപ്പറായിട്ട് ഒരൊറ്റ പൂസൽ. നമുക്ക് ആ കിണർ നിർത്താം. വണ്ടി നിർത്തുന്ന ഷെഡൊന്ന് കാണുക. ആണോ? ആ ഭാഗത്ത് ആ മാവൊക്കെ കാണിച്ചു കൊടുക്കുക. ഒക്കെ ഇവിടെ നിന്നിട്ട് ഈ ചന്തങ്ങൊന്ന് കാണിച്ചു കൊടുക്ക്, കിണറൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ സൈഡിൽ വന്നിട്ട് ഈ കിണർ, ആ ഷെഡ് കാണിച്ചു കൊടുത്താ. അങ്ങോട്ട് വാ പടവാ ആണോ? ആ ഷെഡ് കാണിച്ചു കൊടുക്ക്. ഇങ്ങോട്ട് വന്നിട്ട് കിണർ കാണിച്ചു കൊടുക്ക്. അതേ വന്നിട്ട് കിണർ കാണിച്ചു കൊടുക്കും. അതേ വന്നിട്ട് ആ ഷെഡും കിണറും എല്ലാം കാണട്ടെ ആണോ. അതിൻ്റെ പുറമെ പൈപ്പ് ലൈൻ ആണോ. എമ്മാതിരി കിണർന്ന് പറഞ്ഞാൽ ആ കിണറിൻ്റെ ഭംഗിയൊന്ന് കാണിച്ചു കൊടുത്തേ. കിണറിൻ്റെ 4 പുറകെ ഇരിക്കാനുള്ള സംവിധാനം എന്തൊക്കെ ചെയ്തു. ആ ഇവിടെയും കട്ട വിരിച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ? എന്താ ഹബീബിങ്ങളെ, കണ്ടില്ലേ നിങ്ങൾ? അതേപോലെ വണ്ടികൾക്ക് ഷെഡ് കണ്ടില്ലേ? ഈ ബാക്കിലേക്ക് തൊടി കാണിച്ചാൽ അങ്ങോട്ട് പോരി. അതൊന്നും ലേസം കാണും. എന്നിട്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കണ്ട് കയറുക. ഫുള്ളായിട്ട് കാണാം. വീട് എന്തോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ആണോ. നമ്മൾ കുറച്ച് ഭാഗമേ കാണിച്ചുള്ളൂ. അല്ലെങ്കിൽ വീട് എന്താ പറയുക, ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ് ഉണ്ടാവും. കാരണം അമ്മാതിരി അടാറ് വീടാണത് കേട്ടാ. ഇതിൽ 28 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. 28 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് തരും. യാതൊരു സംശയം വേണ്ട കേട്ടോ. കണ്ടില്ലേ ആ ബീബിങ്ങൾ? ഈ ഷെഡ് വെക്കണത് വരെയാണ് നമ്മുടെ സ്ഥലം. മറ്റേ വേറെയാണ് കേട്ടോ. ഞാൻ അത് മാണെങ്കിൽ നമുക്കിത് കൂടെ കിട്ടും. നിങ്ങൾ പറയണം ആ സ്ഥലം കൂടി തരുമെന്ന് പറഞ്ഞാൽ തരും അല്ലേ? അതെടുത്താ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ 28 സെൻറ്റ് സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ആ ബാക്കിൽ ഈ കാണുന്ന സ്ഥലം വേണമെന്ന് പറയുകയാണെങ്കിലോ നമ്മളതിൻ്റെ ഓണറിന്ന് മേടിച്ചു തരാം. ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച 28 സെൻറ്റാണ്. നിങ്ങൾക്ക് അത് വേണം പറഞ്ഞാൽ ഒരു 15 സെൻറ്റ് അതും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ പോവാം. ഇനി നമ്മൾ വീടിൻ്റെ ഈ സൈഡൊന്ന് കാണാം, ബാക്ക് സൈഡ് കേട്ടോ. ഇവിടെ അലക്കാനുള്ള കല്ല് സൗകര്യങ്ങൾ
അതേപോലെ തന്നെ നമുക്ക് പുളി കണ്ടോ, ഇതൊക്കെ നമ്മുടെ സ്ഥലത്ത് പെട്ടാണ്. ആ വീടിൻ്റെ പുറകുവശത്ത് കാണിച്ചു കൊടുക്ക്, ബാക്ക് മേലേക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. 2900 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ, 2900 സ്ക്വയർ ഫീറ്റ് തൃശ്ശൂർ ജില്ലയിലാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമ്മൾ മുറ്റത്ത് കട്ടയൊക്കെ വിരിച്ച് അതൊക്കെ കണ്ടു കഴിഞ്ഞു, കിണർ കഴിഞ്ഞു, വെള്ളം കണ്ടു, എല്ലാം കണ്ടു. ഇനി നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഇതാ ബേബേ കാണിച്ചു കൊടുക്കുക. കാരണം എന്താ പറയുക, ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട്. കാരണം അത്രയും വലിയൊരു വീടാണ്. ഇതുണ്ടോ, ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല എന്താ സിറ്റോട്ട്, എത്ര ആൾക്ക് ഇരിക്കുക വെച്ചിട്ടാ കണ്ടോ, നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ. അത് ഫാനുണ്ട് മുകളിൽ, അതാണ് അല്ലേ. നല്ല ഡോറ്, ജനൽ കണ്ടില്ലേ, എൻ്റെ അബീബികൾ കാണുന്നതൊക്കെ കണ്ടോ. എന്താണ് സൂപ്പർ സ്റ്റാർ വീടല്ലേ. ഇതാ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാള്. ഇതാ തുറഞ്ഞ ഉള്ളിൽ കാണിച്ചു കൊടുത്താൽ ഉൾഭാഗം കാണിച്ചു കൊടുക്കും. നമുക്ക് നല്ലൊരു സിറ്റിംഗ് ഹാളാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഫുള്ള് ഗ്രാനൈറ്റാണ് വർക്ക് കേട്ടോ, ഫുള്ള് ഗ്രാനൈറ്റാണ്. സിറ്റിംഗ് ഹാളാണിത്, നല്ല സൗകര്യമുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഡൈനിങ് ഹാളുണ്ട് കേട്ടോ. ആ ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 1.5 ഡൈനിങ് ഹാളാണ്. അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് ഹാള് കണ്ടോ. എത്ര എൽ മോഡലിലാണ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാള്. അതേപോലെ തന്നെ ഇവിടെ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സൗകര്യങ്ങളുണ്ട്, മുകളിലേക്ക് കയറാനുള്ളതുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ബെഡ്റൂമാണ്. ഈ ഒരു 2 ബെഡ്റൂമാണ് അടിയിൽ, പക്ഷേ നമ്മൾ ഒരു ബെഡ്റൂമേ കാണിച്ചു തരുന്നുള്ളൂ. കാരണം എന്താ അറിയോ, ഒരുപാട് വീഡിയോ ലെങ്ത് നിൽക്കണതുകൊണ്ടാണ്. മാസ്റ്റർ ബെഡ്റൂമാട്ടാ ഇതാ. അലാഖിൻ്റെ ബെഡ്റൂം, വലിയ ബെഡ്റൂം കേട്ടോ. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ കാണണം, നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂം കണ്ടില്ലേ നിങ്ങൾ കേട്ടോ. കട്ടിലൊക്കെ വലിയൊരു കട്ടിൽ ഇട്ടിട്ട് പിന്നെയും സ്ഥലം കിടക്കുകയാണ് കേട്ടോ. ഇതിൽ സ്വിച്ച് എവിടെയാണ് നോക്കണം ഇനിയിപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം കണ്ടില്ലേ ആണോ. അറ്റാച്ച് ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ. പ്രിയപ്പെട്ട ഹബീബികളെ ഇതേപോലെ തന്നെയാണ് അപ്പുറത്തും വേറെ ഒരു റൂം ഉണ്ട് കേട്ടോ. അതിപ്പോൾ എന്താ വെച്ചാൽ കൂട്ടിയിരിക്കുകയാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അത്രയും വലിയ ബെഡ്റൂമാണ്, നല്ല സൗകര്യത്തിലുള്ളത് കേട്ടോ. ഈ അടിഭാഗം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ കിച്ചൺ കാണിച്ചു തരാം, അല്ലെങ്കിൽ കിച്ചൺ കണ്ടില്ല എന്ന് പറയും ആളുകൾ. പോയി കിച്ചൻ്റെ കൂടുതൽ കാണിച്ചു തരാം കേട്ടോ. നല്ല വലിയൊരു കിച്ചണാണ് കേട്ടോ, ചെറുതൊന്നല്ല. കിച്ചൺ നല്ല വലുതാണ്, കബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബികളെ ആലോചിക്കണം, എവിടെയാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങോട്ട് വന്നിക്കുക, നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ നാട്ടിലേക്ക്. ഇരിഞ്ഞാലക്കുടക്ക് ആകുമ്പോഴത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 7 കിലോമീറ്റർ എന്തേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മാളയിലേക്ക് ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. വെള്ളാങ്ങല്ലൂർക്ക് അത്ര ദൂരമേ ഉള്ളൂ, 4-5 കിലോമീറ്റർ. ഇതാണ് വർക്ക് ഏരിയ കേട്ടോ. ഇവിടെയും ഗ്രാനൈറ്റ് കണ്ട കിച്ചൺ, 2ാമത്തെ കിച്ചൺ കണ്ടങ്ങൾ. നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ടില്ലേ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ബടവാടി വഴിയാണല്ല. ഇനിയുണ്ടല്ലോ മോലെ ഇങ്ങോട്ടൊക്കെ ഇവിടെയും ടൈൽസ് ഇട്ടിക്കണ്. നമുക്ക് മഴക്കാലത്ത് തുണി അലക്കിയിടാനോ വാഷിംഗ് മെഷീൻ വെക്കാനേ, അതേപോലെ തന്നെ അവിടെ സൗകര്യങ്ങൾ കണ്ടെങ്കിൽ ഫുള്ളായി കാണിച്ചാൽ സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്താ പറയുക, ഒരുപാട് ലെങ്ത് ഉണ്ടാവും അതല്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് മേലേക്കിട്ട് കയറിക്കുന്നാൽ എന്തും ഗ്രാനൈറ്റ് ഒക്കെ നല്ല സൂപ്പർ സ്റ്റാർ അല്ലേ. ഇതാ ആണോ, ആണോ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വന്ന് അതാ ഡൈനിങ് ടേബിൾ താഴത്ത് നോക്കിയാൽ നിങ്ങൾ ഇതാ കണ്ടില്ലേ. ഇവിടെ ആള് കമ്മിയാണ്, വലിയൊരു പെരിയാണ്. ഇതാണോ വലിയൊരു ഹാള്, പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട് തന്നെ പറയാം അല്ലോ. അതാണോ ബെഡ്റൂം ഒന്ന്, ഇതൊന്നും അല്ലേ. അപ്പോൾ ഈ റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക, ഈ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുത്താൽ അത് കാണിച്ചു കൊടുക്കണ്ട. കാരണം എന്താ പറയുക, ഒക്കെപ്പാടെ ആകുമ്പോൾ സമയം ഇതാവുള്ളൂ. ഇതൊരു ബെഡ്റൂം ഇട്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് കണ്ടോ. പ്രിയപ്പെട്ട ഹബീബികളെ നല്ല മാസ്റ്റർ ബെഡ്റൂമാണ് കണ്ടോ. ഇനി നിങ്ങൾ പോരി മാസ്റ്റർ ബെഡ്റൂം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാളുണ്ട്, ബാൽക്കണി ഉണ്ട് കണ്ടോ. ഇവിടെ താഴത്തെ അതേമാതിരി ഷീറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും സാധനം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക് കാണാൻ, ആ ബാൽക്കണിയും കൂടെ നമുക്കൊന്ന് കാണാം. പിന്നെ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ, ഇതേപോലെ തന്നെ വലിയ ബെഡ്റൂമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒക്കെപ്പാടെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുക, വീടിൻ്റെ ലെന്ത് കൂടുള്ളൂ. ഇതാ കണ്ടോ, ഇതാണ് ബാൽക്കണി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയുള്ളൂ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടേ എന്തൊരു രസമായിരിക്കും ആ റോട്ടിൽ കൂടെ ഇങ്ങനെ വാഹനം പോകുന്നത് കാണാൻ. അതുപോലെ തന്നെ നല്ല പച്ചപ്പ്, അതുപുറം വീടുകൾ, ടാറിങ് റോഡ്, ബസ് റോഡിൽ നിന്നാണ് ആകെ ഒരു 50-100 മീറ്റർ ദൂരം. സൗകര്യങ്ങൾ ഏറെ. ചെന്തെങ്ങിൻ്റെ തെങ്ങ് ഇളനീരൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ്ടകൾ, അടുത്തൊക്കെ വീടുകൾ, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ എല്ലാം A to Z വരെ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ.
ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊട്ടാനല്ലൂർ എന്ന സ്ഥലമാണ് കേട്ടോ. കൊട്ടാനല്ലൂരിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്, നമ്മുടെ മാളയുടെ അടുത്താണ്. മാളയ്ക്ക് ഇവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരെ 30-32 കിലോമീറ്ററേ ഉള്ളൂ. പൊട്ടേപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലപ്പേര് പറയാം. ഇരിഞ്ഞാലക്കുടക്ക് ഇവിടുന്ന് നമുക്കൊരു 6-7 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് 100 മീറ്ററാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എൻ്റെ ചാനൽ കാണുന്നവർ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം. കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതിൻ്റെ 28 സെൻറ്റ് സ്ഥലവും 2900 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. 4 ബെഡ്റൂമൊക്കെ അലാക്കിൻ്റെ വലിപ്പം, ഹാളുകൾ അലാക്കിൻ്റെ ഹാള്, ഇവിടെ കിച്ചണാണെങ്കിൽ വലിയ വലിയ കിച്ചൺ, സൗകര്യങ്ങൾ എല്ലാം നല്ല മോഡൽ വീടാണ്. ഒരു കോട്ട് പെയിൻറ്റ് നിങ്ങൾ ആരെടുക്കുകയാണെങ്കിലും ഒന്ന് അടിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ പവർ കിട്ടുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക. ഇതിൻ്റെ വില പറയുമ്പോൾ കഴിഞ്ഞു ഇനിയാണ് വില. ഒരു 85 ലക്ഷം തന്നത് മൊത്തമാണ് തരാം. മൊത്തം എന്ന് പറഞ്ഞാൽ 28 സെൻറ്റ് സ്ഥലം കേട്ടോ. 28 സെൻറ്റ് സ്ഥലവും ഈ വീടും പാടെ നമ്മൾ 90 ലക്ഷം അവർ ചോദിക്കുന്നത്. 90. പക്ഷേ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് നമുക്കൊരു 85 മേടിച്ചു തരാം. കുറേ നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എൻ്റെ ചാനൽ കാണുന്നവർ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം. മറ്റുള്ള ഗ്രൂപ്പുകൾ നിരപ്പായ സ്ഥലമാണ്. 8-10 വണ്ടികൾ നിർത്താനുള്ള സ്ഥലമുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടുത്തെ അടുത്താണ്, 10-30 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പലർക്കും പല സൗകര്യങ്ങളാണ്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ വില ഇവിടെ 2.5 ലക്ഷം ഉറുപ്പിക. 2.5 ലക്ഷം 3 ലക്ഷം ഇവിടെ സ്ഥലത്തിന് വില ഉള്ള ഏരിയയാണ്. 28 സെൻറ്റ് സ്ഥലമുണ്ട്. വീടിന് ഞങ്ങൾ വില കണക്കാക്കണില്ല. വീട് നിങ്ങൾക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് പോരും. അപ്പോൾ 28 സെൻറ്റ് സ്ഥലമാണ് വാങ്ങുമ്പോൾ ഈ വീട് സൗജന്യമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എന്ത് നോക്കണമെന്ന് അറിയുമ്പോൾ സ്ഥലത്തിൻ്റെ വിലയുള്ളൂ, വീടിന് നമ്മൾ വില കണക്കാക്കില്ല നിങ്ങളോട് പറഞ്ഞു. എങ്കിലും നമ്മൾ വീടും സ്ഥലം ഒക്കെപ്പാടെ ഉൾപ്പെടുത്തിയിട്ട് 90 ലക്ഷം പറയണു, 85 ലക്ഷത്തിന് ലാസ്റ്റ് തരും. അതാണ് നമ്മുടെ പോളിസി. കാരണം ചെറുപ്പളശ്ശേരിയിൽ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത്രയും വലിയ വീട് നമ്മൾ പറ്റേണ്ട വില കുറച്ചിടാൻ പറ്റുമോ? നമ്മുടെ നാടെല്ലാം വിചാരിച്ചിട്ട് പാലക്കാട് ജില്ലയുടെ മാർക്കറ്റിന് ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചാനൽ ആദ്യമായിട്ട് തൃശ്ശൂർക്കാരൊക്കെ പ്രത്യേകിച്ച് എൻ്റെ ഹബീബികളെ ഷെയർ ചെയ്യണട്ടെ. പ്രത്യേകിച്ച് എൻ്റെ തൃശ്ശൂരുള്ള ഹബീബികളെ ഷെയർ ചെയ്തോളി. ഇത് കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഇതിൽ ഷെയർ ചെയ്യണ 10 ആളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു നല്ലൊരു സമ്മാനം 500, 1000, 2000 ആയിട്ട് 10 ആൾക്ക് നമ്മളവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടുന്ന്. ഇത് കച്ചവടം നടന്ന് സോൾഡ് ഔട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ അപ്പോൾ വരും നമ്മൾ നറുക്കെടുപ്പിലൂടെ. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ആ സ്ക്രീൻഷോട്ട്, ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിൽ വിട്ടു കൊടുക്കണം. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നറുക്കെടുപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് വേറെ കാര്യം പറയാനുള്ളതെന്നറിയോ? നമ്മൾ പാലക്കാട് ജില്ലയിൽ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് 5 സെൻറ്റ് 2 ലക്ഷം, 2.25 ലക്ഷം, 2.5 ലക്ഷത്തിന് കൊടുക്കാൻ പോകുന്നുണ്ട്. ബുക്ക് ചെയ്തോളിയിട്ടേ ഓഫീസ് നമ്പറിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ വിവരങ്ങൾ ഓഫീസ് നമ്പറിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.